ഈ പൈൽസ് അല്ലാതെ മലദ്വാരത്തില് മറ്റെന്തെങ്കിലും അസുഖം വരാറുണ്ടോ, അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും കണ്ടീഷൻസ് ഉണ്ടോ? ഫിസ്റ്റുല എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. അതായത് മലദ്വാരത്തിന്റെ അടുത്ത് പഴുപ്പ് വരുന്ന ഒരു കണ്ടീഷൻ. ഇപ്പൊ ഒരു തുരങ്കം പോലെയാണ് ഫിസ്റ്റുല എന്ന് പറയുന്നത്. അതിന്റെ ഒരു ഓപ്പണിംഗ് നമ്മുടെ മലദ്വാരത്തിന് പുറത്തായിരിക്കും, ഒരു ഓപ്പണിംഗ് മലദ്വാരത്തിന്റെ ഉള്ളിലായിരിക്കും. പേഷ്യൻസിന് ഫീൽ ചെയ്യുന്നത് പഴുപ്പ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുക എന്നുള്ളതായിരിക്കും. അതായത് മലദ്വാരത്തിന്റെ ആ ഭാഗത്ത് ഒരു കുരു വരുന്നു, ഇവർക്ക് അസഹനീയമായിട്ടുള്ള ഒരു വേദന തോന്നുന്നു, ആ കുരു പൊട്ടി പഴുപ്പ് പുറത്തേക്ക് വരുന്നു, വേദന കുറയുന്നു. പിന്നീട് ആ ഗ്രാജുവലി ആ ഒരു മുറിവ് ഉണങ്ങും. പക്ഷെ കുറച്ച് നാൾ കഴിയുമ്പോൾ വീണ്ടും ഇത് റെക്കറൻസ് വരും, വീണ്ടും കുരു വരുന്നു, പഴുപ്പ് വരുന്നു, പൊട്ടുന്നു, ഇങ്ങനെ തന്നെ ഇത് കണ്ടിന്യൂ ചെയ്ത് കാണും. ഇതാണ് ഫിസ്റ്റുല എന്ന് പറയുന്ന കണ്ടീഷൻ. ഇപ്പൊ സ്ഥിരമായിട്ട് സാനിറ്ററി പാഡ്സ് യൂസ് ചെയ്യുന്ന പുരുഷന്മാരുണ്ട്. കാരണം ഈ പഴുപ്പ് ഡിസ്ചാർജ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇവർക്ക് നോർമലി ഒരു ഡ്രസ്സ് ഇട്ടിട്ട് പുറത്തു പോകാൻ പറ്റില്ല. സാനിറ്ററി നാപ്കിൻസ് അവർ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. സ്ത്രീകളുടെ മാത്രം പ്രോഡക്റ്റ് അല്ല ഇപ്പോ. അപ്പോ അങ്ങനത്തെ ഓരോ കാര്യങ്ങള് ഫിസ്റ്റുല എന്ന് പറയുന്ന അസുഖം കൊണ്ട് ഉണ്ടാവും. ഇത് കൃത്യമായിട്ട് ട്രീറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ ട്രീറ്റ്മെന്റും ബുദ്ധിമുട്ടാവും. പിന്നെ ഇത് മരുന്നുകൊണ്ട് മാറ്റാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ അല്ല, പ്രൊസീജിയറിലോട്ട് തന്നെ ചെന്നെത്തേണ്ടി വരും. നമ്മുടെ ഈ പഞ്ചഭൂത മാഡത്തിന്റെ ക്ലിനിക്കില് ഇതിന് വേണ്ടുന്ന ട്രീറ്റ്മെന്റ് എന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഫിസ്റ്റുലയ്ക്ക് നമ്മൾ ക്ഷാരസൂത്രം എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് ചെയ്യാറുള്ളത്. ക്ഷാരസൂത്രം എന്ന് പറയുന്നത് മരുന്നുകൊണ്ട് കോട്ട് ചെയ്തിട്ടുള്ള ഒരു ത്രെഡ് ആണ്. ഈ ഒരു ത്രെഡ് വെച്ച് ഒരു സെറ്റ് ഓൺ തെറാപ്പി എന്ന് പറയും. അതൊരു മോഡേണിലുള്ള ട്രീറ്റ്മെന്റാ. പക്ഷെ അതിനേക്കാളൊക്കെ ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് ആയുർവേദത്തിൽ ചെയ്തുകൊണ്ട് പോകുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് ക്ഷാരസൂത്ര ട്രീറ്റ്മെന്റ്. ഈ ഒരു ത്രെഡ് മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ത്രെഡ് ആയിരിക്കും എന്നുള്ളതാണ് അതിന്റെ വ്യത്യാസം. ഈ ഒരു ത്രെഡ് വെച്ച് നമ്മൾ ഈ ഒരു ഫിസ്റ്റുലയുടെ ട്രാക്റ്റിൽ കെട്ടിവെക്കുന്നു. എന്നിട്ട് അതൊരു 7 days കൂടുമ്പോൾ ത്രെഡ് ചേഞ്ച് ചെയ്ത് ഇതുകൊണ്ട് തന്നെയാണ് ആ ഒരു മുറിവ് തനിയെ കട്ട് ചെയ്ത് പുറത്തേക്ക് വരികയാണ് ചെയ്യുന്നത്. മുറിവ് തനിയെ ഉണങ്ങി വരും, പഴുപ്പ് പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ ഈ ഒരു അസുഖം വീണ്ടും വരാത്ത രീതിയിൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അതാണ് ഈ ക്ഷാരസൂത്രം എന്ന് പറയുന്ന ട്രീറ്റ്മെന്റിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഒരുപാട് ട്രീറ്റ്മെന്റ്സ് ഇപ്പൊ അവൈലബിൾ ആണല്ലോ. അപ്പൊ ഈ എന്താണ് ക്ഷാരസൂത്രന്റെ റെലവൻസ് എന്താണ്? റെലവൻസ് ആക്ച്വലി ശരിയാണ്. ഒരുപാട് ട്രീറ്റ്മെന്റ്സ് ഫിസ്റ്റുലയ്ക്ക് വേണ്ടി അവൈലബിൾ ആണ്. പെയിൻ ഇല്ലാണ്ടെയും വളരെ കുറഞ്ഞ ഡ്യൂറേഷനിൽ മാറ്റാൻ പറ്റുന്ന ഒരുപാട് ട്രീറ്റ്മെന്റ്സ് ഉണ്ട്. ക്ഷാരസൂത്രം ആക്ച്വലി കുറച്ച് ടൈം എടുക്കുന്ന ഒരു പ്രൊസീജിയറാണ്. അതുപോലെ തന്നെ കുറച്ച് പെയിൻ ഉണ്ടാക്കുന്ന, ചെയ്യുന്ന സമയത്ത് ഒരു ഇത്തിരി പെയിൻ ഫീൽ ചെയ്യുന്ന പ്രൊസീജിയറാണ്. പക്ഷെ അസഹനീയമായിട്ടുള്ള ഒരു പെയിൻ ഒന്നും അല്ല, ചെറിയ പെയിൻ ആണ്, പക്ഷെ പെയിൻലെസ് അല്ല. പക്ഷെ ഇതിന്റെ റെലവൻസ് വരുന്നത് ക്ഷാരസൂത്രം എന്ന് പറയുന്ന ആ ത്രെഡ് വെച്ചിട്ടാണ് ഈ ഒരു മുറിവ് കരിഞ്ഞു വരുന്നതും പുതിയ ഹെൽത്തി ആയിട്ടുള്ള ആരോഗ്യമുള്ള ടിഷ്യൂസ് വരുന്നതും. അപ്പൊ ഈ മുറിവ് ഗ്രാജുവലി ആണ് പുറത്തേക്ക് നമ്മൾ ട്രീറ്റ് ചെയ്ത് മാറ്റുന്നത്. അതുകൊണ്ട് ഫിസ്റ്റുലയ്ക്ക് വീണ്ടും റെക്കറൻസ് വരില്ല എന്ന് നമുക്ക് ഏകദേശം ഒരു ഉറപ്പ് കൊടുക്കാൻ പറ്റും. ക്ഷാരസൂത്ര ട്രീറ്റ്മെന്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ റെക്കറൻസ് വീണ്ടും വീണ്ടും ഈ ഫിസ്റ്റുല വരുന്ന സാധ്യത ഭയങ്കര കുറവാണ്. ഇപ്പൊ ഞാൻ പറയുന്നത് മാത്രം നോക്കണ്ട, ഇന്ന് ChatGPT പോലെ ഒരുപാട് സൗകര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് അത് സെർച്ച് ചെയ്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഇതിന്റെ വീണ്ടും വരാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. പിന്നത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഒരു ചില പ്രൊസീജിയർ ചെയ്യുമ്പോൾ മോഷൻ അറിയാണ്ട് പോകുന്ന പോലുള്ള കോംപ്ലിക്കേഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതായത് ഇപ്പോൾ മലദ്വാരത്തിന്റെ അവിടെ നമുക്ക് മോഷൻ പോകണ്ടെന്ന് തോന്നുമ്പോൾ പിടിച്ചു നിർത്താൻ പറ്റുന്നത് അവിടെ ഒരു മസിൽ ഉള്ളതുകൊണ്ടല്ലേ. പക്ഷെ ആ ഒരു മസിലിന് ഡാമേജ് വന്നു കഴിഞ്ഞാൽ മോഷൻ അറിയാതെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്ന പോലെ ഒരു സിറ്റുവേഷൻ വരും. അത് അങ്ങനെ ഡയപ്പർ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ആളുകളും ഉണ്ട് ഇങ്ങനെ ഒരു കോംപ്ലിക്കേഷൻ വന്നിട്ട്. പക്ഷേ ഫിസ്റ്റുലയിൽ ക്ഷാരസൂത്രം എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെന്റ് വെച്ച് ചെയ്യുമ്പോൾ ഗ്രാജുവലി ആണ് അവിടെ ഒരു മുറിവ് ഈ ഒരു മുറിവ് ഉണക്കി കൊണ്ടുവരുന്നത്. അതുകൊണ്ട് ആ ഒരു സ്ഫിങ്ക്റ്ററിന് ഡാമേജ് വരില്ല എന്ന് നമുക്ക് ഒരു അഷുറൻസ് കൊടുക്കാൻ പറ്റും. അപ്പം ഈ ഒരു കോംപ്ലിക്കേഷൻ വരില്ല എന്നുള്ളതും വീണ്ടും വീണ്ടും ഫിസ്റ്റുലയിലൂടെ ഈ മനുഷ്യന്റെ ജീവിതം കൊണ്ടുപോകണ്ട എന്നുള്ളതുമാണ് ഈ ഒരു ട്രീറ്റ്മെന്റിന്റെ ഇന്നത്തെ കാലത്തും എന്നത്തെ കാലത്തെയും റെലവൻസ് എന്ന് പറയുന്നത്. ഓക്കെ. ഈ ഒരുപാട് സമയം ഡ്രൈവ് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവില്ലേ, ഈ വണ്ടിപ്രാന്തന്മാരല്ല, ഇപ്പൊ ജോലി സംബന്ധമായിട്ടും ഒരുപാട് സമയം വണ്ടി ഓടിക്കേണ്ടി വരുന്ന ആളുകളുണ്ട്. അപ്പൊ അവർക്ക് എന്തെങ്കിലും സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു മലദ്വാര പ്രശ്നങ്ങളോ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടോ? പൈലോനിഡൽ സൈനസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ട്. ഇപ്പൊ ഒരുപാട് ഹെയേഴ്സ് ഉള്ള ആളുകൾ, ഒരുപാട് ദൂരം ഇരുന്ന് യാത്ര ചെയ്യുന്ന ഡ്രൈവർമാർക്കൊക്കെ വന്ന് കണ്ടിട്ടുള്ള ഒരു കണ്ടീഷനാണ് പൈലോനിഡൽ സൈനസ് എന്ന് പറയുന്നത്. അതായത് ഈ ഹെയേഴ്സ് നമ്മുടെ ബട്ടക്സിന്റെ ക്ലഫ്റ്റിലുള്ള ഈ ഹെയർസ് ഉള്ളിലോട്ട് ഗ്രോ ചെയ്യും. എന്നിട്ട് അത് ഉള്ളിൽ പോയിട്ട് അതിന്റെ ഗ്രോത്ത് നടക്കും. ഒരുപാട് മുടി നമ്മുടെ സ്കിന്നിന്റെ അടിയിലോട്ട് വളരും. എന്നിട്ട് അവിടെ പഴുപ്പ് ഫോം ചെയ്യും. ഈ ഒരു പഴുപ്പ് പിന്നീട് ഒരു ചെറിയൊരു കുരു പോലെ വന്ന് പുറത്ത് വന്ന് പൊട്ടും. അതിലൂടെ പഴുപ്പ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കും.
ഈ ഒരു കണ്ടീഷന് പൈലോനിഡൽ സൈനസ് എന്നാണ് പറയാ. ഇത് നമ്മൾ ഉള്ളിലോട്ട് ട്രീറ്റ്മെന്റ് ചെയ്ത് നോക്കുമ്പോൾ അത്രയും മുടിയായിരിക്കും ഉള്ളിൽ നിന്ന് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുക. അപ്പം ഈ ഒരു കണ്ടീഷൻ നമുക്ക് ക്ഷാരസൂത്രം എന്ന് പറയുന്ന ട്രീറ്റ്മെന്റ് കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റും. ഇത് കൂടുതലും ഇതുപോലെ ദൂരയാത്രകളും കണ്ടിന്യൂസ് ആയിട്ട് വണ്ടി ഓടിക്കുന്ന ആളുകൾ, ഹെയർസ് കൂടുതലുള്ള ആളുകളിലൊക്കെ കാണാറുണ്ട്. ഈ രണ്ടും, അതായത് നേരത്തെ പറഞ്ഞതും ഈ അസുഖവും രണ്ടും ഈ ക്ഷാരസൂത്രയിലൂടെ മാനേജ് ചെയ്യാൻ പറ്റും.